നിങ്ങൾക്കെല്ലാം അറിയാം, നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം. ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ. ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ, തിരിച്ചു ചോദിക്കുകയാണ്, അയാൾ മുസ്ലിമാണോ? അങ്ങനെ പറയരുതല്ലോ. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കും. ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. പൊളിക്കുക തന്നെ വേണം, ആ സമാധി പൊളിക്കണം. ഞാൻ ഇവിടെ ഒരു ആചാരത്തെയോ ഇല്ലാതെയാക്കാനോ അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കാനോ ഒന്നും ശ്രമിക്കുകയല്ല. ഞാൻ ആദ്യമേ തന്നെ അത് ഇവിടെ പറഞ്ഞു വെക്കുന്നു. എന്നാൽ ഈ ഒരു ഗോപൻ സ്വാമിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാ വാർത്തകളും ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ, കുറച്ചു മുമ്പ് ഈ ഒരു ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ സനന്ദൻ എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അതിൽ മാധ്യമങ്ങൾ ചോദിക്കുന്ന പല ചോദ്യത്തിനും ഈ സനന്ദൻ എന്ന് പറയുന്ന വ്യക്തി വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടു. അവന് ഉത്തരങ്ങളില്ല, മനസ്സിലായില്ലേ, കയ്യിന്ന് പോയി. അത് കൂടാതെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, കുറച്ചു മുമ്പ് ഈ ഒരു സനന്ദന്റെ ചേട്ടനുണ്ട്, രാജസേനൻ, ചേട്ടനല്ല അനിയൻ, രാജസേനന്റെ വൈഫിനെയും അതുപോലെ തന്നെ ഈ ഒരു സ്വാമിയുടെ അമ്മയും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ തൽക്കാലം മാറ്റിയിട്ടുണ്ട്. ഈ കയ്യിന്ന് മൊത്തത്തിലെല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനമുള്ളൊരു വഴിയാണല്ലോ വയ്യ എന്നും പറഞ്ഞ് ആശുപത്രിയിൽ പോയി കിടക്കുന്നത്. ഏതാണ്ട് ആ ഒരു ട്രാക്കാണോ ഇവർ പിടിക്കുന്നത് എന്നൊരു സംശയം എനിക്ക് വന്നു. അതുപോലെ തന്നെ ഈ ഒരു സനന്ദൻ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കാര്യങ്ങൾ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടവർ കാണും, ചിലപ്പോൾ കാണാത്തവർ കാണും. കണ്ടവരും കാണാത്തവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന ക്ലിപ്പ് കാണാം. കാരണം ഇതിനകത്ത് കുറച്ച് അപാകതകളുണ്ട് ഇവൻ ഈ സംസാരിക്കുന്നതിനകത്ത്. അത് ഞാൻ നല്ല വ്യക്തമാക്കി തെളിയിച്ചു തരാം. ഒന്ന് കണ്ടു തുടങ്ങാം നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്ന് പറയുമ്പോൾ ഇതൊന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഈ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ശിവന്റെ അമ്പലം, അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾക്ക്, അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല. എന്താണ് ഈ സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവന്റെ അമ്പലത്തില് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. ചോദിക്കേണ്ട കാര്യം എന്താണ് മോനെ ഇപ്പൊ പുതുതായിട്ടിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ ഒരു പ്രശ്നം വരാനുള്ള ഒരു കാരണം വേറൊന്നുമല്ല, വേറൊന്നും ഇവിടെ ആരും ചോദിക്കേണ്ട കാര്യമില്ല. നീയും നിന്റെ ചേട്ടനും കൂടെ, അല്ല നീയും നിന്റെ അനിയനും കൂടെ നിന്റെ അച്ഛനെ കൊണ്ട് സമാധി ഇരുത്തിയെന്ന് പറയുന്നു, അല്ലെങ്കിൽ പുള്ളി കഞ്ഞിയൊക്കെ കുടിച്ച് മരുന്നും കഴിച്ചിട്ട് പോയി സമാധിയിലിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ രണ്ടുപേരുമാണ് പറയേണ്ടത്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും, അതായത് നിങ്ങളുടെ അമ്മയും, പിന്നെ നിന്റെ അനിയന്റെ ഭാര്യയും, നിങ്ങൾ 4 പേരുമാണ് പറയുന്നത്. അദ്ദേഹം പോയി സമാധി ഇരുന്നു, അദ്ദേഹം ഇറങ്ങിപ്പോയി, അദ്ദേഹം ഒരു പീഠമുണ്ട്, ആ പീഠത്തിൽ പോയിരുന്നു, സമാധിയായി. നിങ്ങൾ അത് കെട്ടി അടച്ചു, എന്നിട്ട് കൊണ്ട് പോസ്റ്ററും അടിച്ച് നാട്ടുകാരെ കാണിച്ചു. ഇത് നിങ്ങൾ പറയുന്നതാ. ഇതിനകത്തെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുകയാണ് ജനങ്ങളുടെ, ഇവിടുത്തെ പോലീസിന്റെ ഒക്കെ ആവശ്യം. അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ഇപ്പൊ അറിയണ്ട. ആദ്യമേ ഇതിന്റെ സത്യാവസ്ഥ അറിയട്ടെ. ഇവൻ ആദ്യമേ തന്നെ ഉരുണ്ട് കളിക്കുക, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും തലയിലേക്ക് വെച്ച് കെട്ടുക. തുടക്കത്തിൽ തന്നെ ഇതാണ് ഇവന്റെ ഒരു പ്ലാൻ. ബാക്കി ചേട്ടാ അമ്പലത്തിന്റെ ചേട്ടാ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ. എന്റെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛന്റെ സമാധി ഇരിക്കുന്നത്. അപ്പോ ഈ കോവിലിൽ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അറിയണം. കാര്യം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു തരാം ചേട്ടാ. ഇല്ല വിശ്വംഭരൻ എന്ന ആളല്ല. ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്കറിയണം. വേറെ ആരുമല്ല ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നാഗരുടെ കാവുണ്ട്, നാഗരുടെ കാവ്. നിങ്ങൾക്കെല്ലാം അറിയാം, നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം. ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ. ചേട്ടാ ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് എന്റെ മാധ്യമ സുഹൃത്തുക്കളെ, ചെരിപ്പൂരി ഇവന്റെ കാരണക്കുറ്റി നോക്കി പൊട്ടിക്കണമായിരുന്നു ഇവൻ ആ വർത്താനം പറഞ്ഞപ്പോ. ഇവൻ ഈ ഒരു ട്രാക്ക് മാറ്റി കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടോ? അവൻ മാക്സിമം വർഗീയത ഇതിനകത്തേക്ക് കുത്തി ഇളക്കുക, മുസ്ലിങ്ങളെ തോണ്ടുക. അപ്പത്തേക്ക് ഹിന്ദുക്കളെല്ലാം കൂടെ സപ്പോർട്ട് ചെയ്ത് ഇവനെ മറ്റേ താങ്ങിക്കൊണ്ടേയില്ലും. അതാണ് ഇവന്റെ ഉദ്ദേശം. എനിക്ക് പ്രോപ്പറായിട്ട് ഇതിനകത്തൊന്ന് മനസ്സിലായ ഒരു കാര്യം അതാ. മാക്സിമം വർഗീയത ഇതിനകത്തേക്ക് ഇടുക, വെറുപ്പിക്കുക. ഇവനോട് എന്താണ് ചോദിക്കുന്നത്, ഇവൻ എന്താണ് തിരിച്ചു പറയുന്നത്? ഇവൻ ആ റൂട്ട് മാറ്റി വിടണം. അതാണ് മെയിൻ ഇവന്റെ ഒരു ഉദ്ദേശം. അത് ഇവന്റെ ഈ സംസാരത്തിൽ നിന്ന് തന്നെ അത്യാവശ്യം വലിയ മറ്റേ ഒരുപാടങ്ങ് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കേണ്ട ആൾക്കാരൊന്നും വേണ്ട. നോർമലായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി, എല്ലാവർക്കും മനസ്സിലാവും. ഇല്ലേ? നിങ്ങൾ പറ, കമന്റ് ബോക്സിൽ പറ, ഇവന്റെ ഈ സംസാരത്തിന് എന്താ തോന്നുന്നത്?
ഇവൻ എങ്ങനെയെങ്കിലും ഈ ഒരു ട്രാക്ക് മാറ്റി, ഈ ഒരു ലൈൻ മാറ്റി നേരെ, അതായത് ഇവന്റെ അച്ഛൻ മരിച്ചതൊന്നും അല്ല, അതൊന്നും അല്ല വിഷയം. പുള്ളി അതിനകത്ത് സമാധി അടഞ്ഞു, അതാണോ, അതിനെപ്പറ്റി ഒന്നും അല്ല. ഇതെങ്ങനെയെങ്കിലും തിരിച്ചു മറിച്ച് അപ്പുറത്തെ ഇവന്റെ സ്ഥലത്തുള്ള മുസ്ലിങ്ങളുടെ പേര്, അവരുമായിട്ടുള്ള പ്രശ്നം, ഇതൊക്കെ ഇവനെ ഇതിനകത്തേക്ക് വലിച്ചഴക്കണം. എന്നിട്ട് മുസ്ലിങ്ങളാണ് ഇതിപ്പോ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയണം. എടാ, മുസ്ലിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാ നീ പറയുന്നത്? ഇവിടുത്തെ പോലീസുകാരും നിന്റെ ഈ വാർത്ത അറിഞ്ഞ എല്ലാ ജനങ്ങളും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിന്റെ അച്ഛനെ നീയും നിന്റെ അനിയനും കൂടെ കൊന്ന അതിനകത്ത് തിരുത്തിയതാണോ, അതല്ലെങ്കിൽ നീയൊക്കെ തന്നെ വേണം തെളിയിക്കാൻ. പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ കാണിക്കാം, വേറെ ആരെയും നീ ഒന്നും കാണിക്കണ്ട. അദ്ദേഹം മരിച്ചെങ്കിൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കണ്ടേ? ഒരു തേങ്ങയും ചെയ്യാതെ അദ്ദേഹത്തിനെ അങ്ങ് മറ്റേ വിശുദ്ധനാക്കിയിട്ട് ഒരു അമ്പലവും കൂടെ അതിന്റെ അപ്പുറം പണിഞ്ഞു വെച്ച്, ഒരെണ്ണം ഓൾറെഡി ഉണ്ട്, അതിന്റെ ഇപ്പുറം തന്നെ വേറെണ്ണം കൂടെ അവന്മാർക്ക് പണിഞ്ഞിട്ട് മറ്റേ പൈസ ഉണ്ടാക്കണം. ഇതായിരിക്കും അവന്മാരുടെ ഉദ്ദേശം. ഒന്നെങ്കിൽ അത്, ഇല്ലെങ്കിൽ വേറെന്തോ രീതിയിൽ ഇങ്ങനെ കെട്ടി തൂക്കി അതിനകത്ത് മറ്റേ കൊന്നിട്ട് കൊണ്ടിരുത്തിയടേ, എന്നിട്ട് മറ്റേ ഈ വായ്ത്താളം അടിക്കുന്നു. മനസ്സിലായില്ലേ? മറ്റേ സ്വാമിജി മറ്റേ മേളി മറ്റേ തലയുടെ പുറകെ മറ്റേ സാധനം സൂര്യൻ ഉദിച്ചു, അപ്പത്തേക്ക് പുണ്യനാത്മാവായി, ഈ ഒരു സാധനം അടിക്കുന്നു. അത്രേ ഉള്ളൂ. ഇത് നിന്റെയൊക്കെ അടി മിക്കവാറും ഇപ്പൊ തീരും. ഇപ്പൊ കോടതിയിൽ നിന്ന് ഇപ്പൊ അത് പൊളിക്കാൻ പൊളിച്ചു കഴിഞ്ഞാൽ മോനെ, നീയൊക്കെ ഈ പറയുന്ന കണക്കല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല നിനക്കൊക്കെ. കല്ലെറിയും നാട്ടുകാര്. അപ്പം മെയിനായിട്ട് നിന്നെയൊക്കെ കല്ലെറിയേണ്ട കാര്യം ഞാനും എറിയും വേണമെങ്കിൽ, വേറൊന്നും കണ്ടല്ല. ഈ ആവശ്യമില്ലാതെ മതം കുത്തിക്കയറ്റി കൊണയുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. ബാക്കി നിങ്ങളുടെ ഇല്ല ചേട്ടാ, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. 100-ല് ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. ഒറ്റ കാര്യം, പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ, തിരിച്ചു ചോദിക്കുകയാണ്, അയാൾ മുസ്ലിമാണോ? അങ്ങനെ പറയരുതല്ലോ. അവൻ സമ്മതിക്കൂല എന്നവൻ പറയുന്നത്. നീ സമ്മതിക്കണ്ട മോനെ, നീ സമ്മതിക്കണ്ട. പോലീസുകാർ നിന്നെ കൊണ്ട് സമ്മതിപ്പിച്ചോളും. കഴിഞ്ഞ ദിവസം വരെ ഈ ഒരു വാർത്ത ഫോളോ ചെയ്തവർക്കറിയാം, ഇവൻ വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരു ചേട്ടനെയായിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പുള്ളി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, അതായത് അദ്ദേഹത്തിന്റെ ആ വീടിന്റെ അടുത്തുള്ള വേറെ ആൾക്കാരോടും പുള്ളിയുടെ ബന്ധുക്കളോടും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, അതായത് ഈ സ്വാമിജി എന്ന് പറയുന്ന വ്യക്തി ഇയാൾ കിടപ്പ് തന്നെയായിരുന്നു, ഇയാൾക്ക് എണീക്കാനൊന്നും പറ്റത്തില്ല, നടക്കാനൊന്നും പറ്റത്തില്ല, പിന്നെ എങ്ങനെ ഇദ്ദേഹം അവിടെ പോയി കിടന്നു എന്നുള്ളൊരു സംശയം ഫസ്റ്റ് പറഞ്ഞത് ആ പുള്ളിയായിരുന്നു. പിന്നെ നാട്ടുകാരും ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവന്മാര് രണ്ട് മക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് വിശ്വംഭരന് വൈരാഗ്യമായിരുന്നു. ഇപ്പൊ വിശ്വംഭരനെ അങ്ങ് മാറ്റി. ഇപ്പൊ അവന്മാരുടെ വീടിന്റെ അപ്പുറമുള്ള പറമ്പിലെ മറ്റേ മുസ്ലിങ്ങൾക്കാണ് പ്രശ്നം. മൊത്തത്തിൽ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? പ്രശ്നം കാണൂടെ? നിങ്ങളെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, ഇത് ഇഷ്ടമല്ലായിരിക്കും. നിങ്ങളുടെ അമ്പലം നിങ്ങൾ ആ ഒരു രീതി ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളെ ഇഷ്ടമല്ലാതെ നാട്ടുകാർ കുശുമ്പും കുഞ്ഞായ്മയും പറയുന്നു, സമ്മതിക്കാം. പക്ഷെ നീ എന്തിനാണ് ഇതിന്റെ ഇടയ്ക്കത്തേക്ക് ഈ മതം കയറ്റിയിടുന്നത്? അതുപോലെ നിന്നോട് ചോദിക്കുന്ന കാര്യത്തിനല്ലല്ലോ നീ ഇവിടെ ഉത്തരം തരുന്നത്. ബാക്കി ചേട്ടാ ഞാൻ ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ സമാധാനം ചേട്ടാ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം, ഇതൊരു ആശ്രമമാണ്. അപ്പൊ ഒരു സമാധാനത്തിൽ സംസാരിക്കും. വീടായിട്ടാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇവിടെ അവൻ പറയട്ടെ. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. വിശ്വംഭരന്റെ കേസ് പറഞ്ഞുകൊണ്ടാണ്, വിശ്വംഭരനാണെന്ന് തോന്നുന്നു കേസ്, അതെ വിശ്വംഭരനാണ് കേസ് കൊടുത്തത് ആദ്യമേ. ഓക്കെ, ബാക്കി പഞ്ചായത്തിന്റെ നമ്പർ അടക്കം അടിച്ചു. അതുപോലെ താങ്കളുടെ അച്ഛനാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതി? ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ഷേത്രം പണിയുമ്പോ വെറുതെ വെച്ചാൽ മതിയോ? അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഒരു ക്ഷേത്രം വെക്കുമ്പോ വെറുതെ വെച്ചാൽ മതിയോ? മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട്, ട്രസ്റ്റിന്റെ നമ്പർ ഉണ്ടോ? നിങ്ങൾ ഒരു സ്വകാര്യ സ്ഥാപനം, ചേട്ടാ ഇത് ആലോചിച്ച കാര്യങ്ങൾ മുന്നോട്ട് ഈ വായിൽ തോന്നുന്ന കാര്യങ്ങളൊന്നും പറയുന്നത് ഒരു വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ കൂടിയാണല്ലോ, കാര്യങ്ങൾ കുറച്ച് ഗൗരവമായി അറിയാവുന്ന ഒരാളാണ്. നിങ്ങളുടെ അച്ഛനാണ് സമാധിയായത്. എനിക്കിപ്പോ അറിയേണ്ടത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ കോടതി എടുത്തു ചോദിച്ച കാര്യമുണ്ട്. ഇപ്പൊ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും, അദ്ദേഹം ഒരു എന്തെങ്കിലും വസ്തുവിന്റെ കാര്യമായാലും, ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും, അതിൽ നിങ്ങൾക്ക് ഒരു അവകാശം വേണമെങ്കിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം. അത് ഇപ്പൊ സമാധിയായാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പൊ അദ്ദേഹം മരിച്ചോ ഉണ്ടോ, എങ്ങനെ മരിച്ചെന്ന് ഉത്തരം പറയണം നിങ്ങൾ. എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? എനിക്ക് സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടാവില്ലേ? അല്ല, അതൊരു ചോദ്യമല്ലേ. ഇതിനുള്ളിലുള്ളത് അച്ഛനാണോ എന്ന് ഉറപ്പുവരുത്തണം. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാട്ടമില്ല. ഇനി അവൻ വേറെ ഡയലോഗ് അടിക്കും. മനസ്സിലായില്ലേ? ഇവനോട് ഈ അവന്റെ അച്ഛൻ മരിച്ചു, മരണ സർട്ടിഫിക്കറ്റ് വേണ്ട, എന്നാലല്ലേ വസ്തുവിന്റെ ഒക്കെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അപ്പോഴും ദൈവം മേളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവന്മാർക്ക് മറ്റേ പാർട്ടീഷൻ ചെയ്ത് കൊടുക്കും സ്ഥലങ്ങളൊക്കെ. ദൈവം മേളിൽ നിന്ന് ഇറങ്ങി വരുമായിരിക്കും, എന്നിട്ട് മോനോട് ഇവനെ എഴുതി കൊടുക്കും, ഞാൻ ദൈവമാണ് മകനെ,
സനന്ത ഇത് നിനക്ക്, മറ്റേ നിന്റെ ചേട്ടൻ രാജസേനന്, ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുമായിരിക്കും അല്ലേ? അല്ല, വേണമെങ്കിൽ ഇവന്മാര് നാളെ അതും പറയും കേട്ടോ. ദൈവം ഇറങ്ങി വന്നിട്ട് ഞങ്ങൾക്ക് മറ്റേ പാർട്ടീഷൻ ചെയ്ത് തരും, ഞങ്ങൾക്ക് ഡോക്ടർ ഒന്നും സർട്ടിഫൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് മറ്റേ എന്താണ് അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണ്ട, ഇവിടുത്തെ പഞ്ചായത്തൊന്നും അല്ല ഞങ്ങളെ നോക്കുന്നത്, കേരളമൊക്കെ മൊത്തത്തിൽ ഞങ്ങളുടെയാണ്, ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇങ്ങ് തരും, അല്ല ദൈവത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ അവന്മാർക്ക് കൊടുക്കും. ഇതൊക്കെ വേണമെങ്കിൽ നാളെ അവന്മാര് പറയൂടെ. നാളെ വേണമെങ്കിൽ ഇവന്മാര് പറയും ഇവന്റെ അച്ഛൻ മറ്റേ ദൈവമായി, മറ്റേ ഇപ്പം കൃഷ്ണനൊക്കെ പോയി, കൃഷ്ണന് പകരം ന്യൂ ജനറേഷൻ വന്നപ്പോഴത്തേക്ക് ഇവന്റെ അച്ഛനാണ് പുതിയ ദൈവം എന്ന് വേണമെങ്കിൽ ഇവൻ പറഞ്ഞു കളയും. അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഈ പോകുന്നത്. ഇപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ഇവനോട് ചോദിച്ചു കഴിയുമ്പം ഇവനൊരു മറുപടി പറയുന്നുണ്ട്, ഒന്ന് കേട്ടോണേ. ചേട്ടാ, ഇത് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയുകയാണ്, ഈ ഇപ്പോൾ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ, ഈ സമാധിയായ എൻ്റെ അച്ഛൻ്റെ ഈ അമ്പലത്തിൽ അവനോട് ഇത്രയും ചോദ്യം ചോദിച്ചിട്ടും അവൻ തിരിച്ചു മറുപടി പറയുന്നത് എന്താ നിങ്ങൾ കേട്ടോ? സമാധിയായ അവന്റെ അച്ഛന്റെ ആ ഒരു സീനാണ് ഇവൻ പറയുന്നത് അല്ലേ? ഇവനോട് എന്താ ചോദിക്കുന്നത്? സമാധാനത്തോടെ സമാധിയായ എൻ്റെ അച്ഛൻ, സമാധാനമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന അമ്പലം, ഈ അമ്പലത്തിന്റെയൊക്കെ പുറകിൽ എന്താണ്? നാട്ടുകാർ പലതും പറഞ്ഞ് നമ്മൾ കേട്ടു. ഞാനിതിലായിട്ടൊന്നും വിശ്വസിക്കാൻ പോയിട്ടില്ല, നാട്ടുകാർക്ക് പലതും പറയാം. പക്ഷെ ഇപ്പോ ഇവന്റെ ഈ സംസാരം കേട്ടപ്പോ, ഇവൻ തന്നെ ഇവന്റെ വായിന്ന് പല കാര്യങ്ങളും പറയുന്നത് കേട്ടപ്പോഴാണ് നാട്ടുകാർ പറഞ്ഞ കണക്ക് രാത്രി 12 മണിക്ക് ശേഷമൊക്കെയാണ് ഇവന്റെ വീട്ടിൽ ഈ പൂജയും വഴിപാടും പരിപാടികളും ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് കൈൻഡ് ഓഫ് പൂജയാണെന്ന് വരെ പോലീസുകാർ അന്വേഷിക്കണം. എന്റെ അറിവിൽ ഒരു 8:30, മാക്സിമം ഒരു 8:30 അല്ലെങ്കിൽ 9, എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളിലാണ് 9, 10 മണി വരെയൊക്കെ പോവുക അമ്പലത്തിൽ രാത്രി. എനിക്ക് തോന്നുന്നില്ല. എനിക്കിനിയിപ്പോ ഈ ഒരു വിഷയത്തിൽ ഒരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ സനന്ദൻ മോഹന്റെ സംസാരം കേട്ടതില് ഇനി കോടതി തന്നെ ഇപ്പൊ ഇടപെട്ടത് പൊളിക്കാൻ പറയുന്നുണ്ട്. അത് പൊളിച്ച് എന്താണ് ഇവന്റെയൊക്കെ അച്ഛന് പറ്റിയെന്ന് ലോകം അറിയണം. ഇവനൊക്കെ അദ്ദേഹം അകത്തു വല്ലതും കിടന്ന് മരിച്ചിട്ട് അവിടെ കൊണ്ടിരുത്തി മൂടിയതാണെങ്കിൽ മറ്റേ പരിപാടിക്ക്, മറ്റേ അച്ഛനെ മറ്റേ വിശിഷ്ട വ്യക്തി അച്ഛനെ മറ്റേ പുണ്യാത്മാവാക്കി മറ്റൊരു അമ്പലമൊക്കെ പണിഞ്ഞ് അല്ലെങ്കിൽ ഒരു ആശ്രമം പണിഞ്ഞ് കാശുണ്ടാക്കാൻ ആ ഒരു മൂഡിലാണ് ഇവന്മാർ ഈ പരിപാടി കാണിച്ചെങ്കിൽ ഇവന്മാര് പെടണം, ഉറപ്പായിട്ടും ഇവന്മാര് പെടണം. പിന്നെ എനിക്ക് അപ്പോഴും സംശയമുള്ളവർ എന്താണെന്നറിയോ, ലൈക്ക് പക്ഷെ അതും നമ്മളൊരു സംശയക്കണ്ണോടുകൂടി തന്നെ കാണണം. പക്ഷെ അവരുടെ പ്രായം മാനിച്ചു മാത്രം ഞാനൊന്നും പറയുന്നില്ല. ഈ വ്യക്തിയുടെ ഭാര്യ, ഈ സ്വാമിജിയുടെ ഭാര്യ എന്ന് അവരും കുറെ കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കുന്ന കേട്ടപ്പോൾ നമുക്കൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടോ. പക്ഷെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്, നമുക്കറിയില്ല, നമ്മൾ വെറുതെ അവരെ അങ്ങോട്ട് ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല, ഒരു സ്ത്രീയാണ്. പക്ഷെ ഈ പുന്നാര മക്കള് മോന്മാര്, അതിനകത്തെ പ്രത്യേകിച്ച് ഈ മൂത്ത മോൻ, ഇവനൊരു പൊട്ടനാണ് ഇവൻ തന്നെ മാധ്യമത്തിന്റെ ഫ്രണ്ടിൽ, പത്രങ്ങളുടെ അല്ലെങ്കിൽ എന്താണ് ചാനൽസിന്റെ ഫ്രണ്ടിൽ എക്സ്പോസ്ഡ് ആയി. ഇപ്പൊ തന്നെ മനസ്സിലായി ആളുകൾക്ക് ഇവൻ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുന്ന, ഇവന്റെ മുന്നിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് എന്താണെങ്കിലും കാര്യം പിടികിട്ടിയിട്ടുണ്ട്, ഇതിനകത്ത് എന്തോ ഉടായിപ്പുണ്ടെന്ന്. ഇത് കണ്ട എനിക്ക് അങ്ങനെയാ തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങൾ പറ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്ലിപ്പും കൂടെ ഇവിടെ കാണിച്ചു തരാം. ഈ നമ്മുടെ സനന്ദന്റെ അനിയന്റെ ഭാര്യയൊക്കെ ഇപ്പം ആശുപത്രിയിലോട്ട് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. കയ്യിന്ന് പോയി, വേറെ മാർഗമില്ല. മതിയടേ, ഇത്രയും മതി. വേറെ പ്രത്യേകിച്ച് സംസാരിക്കുന്നൊന്നുമില്ല. ആംബുലൻസ് വന്ന് അതിനകത്ത് കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. ഞാനപ്പോൾ റിപ്പോർട്ടർ ചാനലിലാണ് ഈ ഒരു വാർത്ത കണ്ടത്. അപ്പം ഇവരുടെ ആ ഒരു അമ്മയും, അതായത് പുള്ളിയുടെ സ്വാമിജിയുടെ വൈഫിനെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അതിനകത്ത് പറയുന്നത്. ഈ ഒരു ക്ലിപ്പിൽ ഭാര്യ മാത്രമേ കാണുന്നുള്ളൂ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നത്. എന്താണെങ്കിലും 2 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ മറ്റേ ശോചനീയാവസ്ഥ ആയിരിക്കും, അങ്ങനെ നമുക്ക് എടുക്കാം. അതല്ലാതെ കയ്യിൽ നിന്നെല്ലാം കൂടെ പോയപ്പോൾ ഇനി വേറെ മാർഗമില്ല. ആശുപത്രിയിലേക്ക് സ്ത്രീകൾ അങ്ങോട്ട് മാറ്റി കുറച്ച് സെന്റിമെന്റ്സ് പേരി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് നമുക്കിതിനെ എടുക്കാം. കാരണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പിന്നെ കണ്ടല്ലോ, മക്കൾ ഇനിയും എന്താ ഏതെങ്കിലും അച്ഛൻ സമാധിയായെന്നും പറഞ്ഞ് കൊട്ടി അടച്ചെല്ലാം കൂടെ ആചാരം ഓക്കെ, ഒമാരുടെ ആചാരമായിരിക്കാം. പക്ഷെ എന്തിനാണ് ഈ മൂത്ത മകൻ വന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കും പപ്പ അടിക്കുന്നത്? ഉള്ള കാര്യം ഉള്ളതുപോലെ അവനങ്ങ് പറഞ്ഞാൽ പോരെ. അവനോട് ചോദിക്കുമ്പോൾ അവൻ മതം വലിച്ചിടുന്നു, അവൻ വേറെ കാര്യങ്ങൾ വലിച്ചിടുന്നു. സ്ഥലത്തിന്റെ കാര്യം ചോദിക്കുമ്പം അത് അങ്ങനെയല്ല, അമ്പലത്തിന്റെ സ്ഥലം ഞങ്ങള് അച്ഛൻ അവിടെ എന്താ ഇത്? സംശയമാണ് മൊത്തത്തിൽ. എന്തായാലും പോലീസുകാർ അന്വേഷിക്കല്ല, അതങ്ങോട്ട് പൊളിച്ചു മാറ്റിയിട്ട് മറ്റേ പുള്ളിയെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യുക, അപ്പൊ കിട്ടും
എന്താണ് പറ്റിയെന്ന്. എന്നിട്ട് പറ്റുമെങ്കിൽ ഇവന്മാര് ചെറ്റകളാണെങ്കിൽ, ഇവന്മാര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിനെ പിടിച്ച് അകത്തിടുക. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എന്തായാലും പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ അങ്ങനെ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക.